പിതാവ്, നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കോതമംഗലം രൂപതയുടെ പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? പ്രത്യേക രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. അത് ജനങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ജനാധിപത്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ സുരക്ഷിതമായിട്ട് ഭയരഹിതമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഉളവാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഇന്ന് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഈ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. കാർഷിക മേഖലയാണ് ഈ പ്രദേശം എന്നുള്ളത് പറയാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ കാർഷിക മേഖലയിൽ ഒന്ന് കൃഷി ചെയ്താൽ ഫലങ്ങൾ കിട്ടുന്നില്ല. കാരണം കൃഷി ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്കും വന്യമൃഗങ്ങൾ വന്നതെല്ലാം നശിപ്പിക്കുന്നു. രണ്ട്, എന്തെങ്കിലും ഫലം കിട്ടിയാൽ പോലും കാർഷിക വിളകൾക്ക് വിലയില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഉളവായിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യം, ഇവിടെ നിന്ന് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഒരു ഭാവി ഇല്ല എന്നുള്ള ആ ചിന്തയാണത്. അങ്ങനെ പോകുന്ന കുട്ടികൾ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ മാനവശേഷി ഒത്തിരി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ബോധമുള്ള അല്ലെങ്കിൽ ബോധ്യമുള്ള ഒരു ഭരണം ഉണ്ടാകണം ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഏത് പാർട്ടി എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതിന് ഈ ഇലക്ഷൻ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളോട് എല്ലാവരോടും പറയണം, നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം അത് ഓരോ പൗരൻ്റെയും കടമയാണ്, അവകാശമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും വോട്ട് ചെയ്യണം. പാർട്ടി ഏതാണെന്ന് ഞാൻ പറയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കണം. പക്ഷേ ജനങ്ങൾക്കിവിടെ സ്വതന്ത്രമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും പ്രത്യാശയോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഉളവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് വാസ്തവം പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട് ദൈവത്തിൻ്റെ നാട്, സ്വന്തം നാടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അത് പറയാൻ സാധിക്കുമോ? എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒത്തിരി നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട് രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇവരാരും രക്ഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ദൈവത്തിന് മാത്രമേ ഈ നാടിന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രയോഗം ശരിയാണ്. സ്വന്തം നാടെന്നുള്ളത് ദൈവത്തിന് സ്വന്തമായിട്ട് നാട്, ദൈവത്തിന് മാത്രം രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏത് മതവിശ്വാസിക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കണം. ദൈവവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അപ്പം നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട് ദൈവസ്നേഹവും പരസ്നേഹവും എന്നുള്ളത്. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ നാട് നന്നാവും. നാടിന് പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. നാടിന് പ്രശ്നമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ശരിയായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് പുതിയ ഭരണ സംവിധാനം വരുമ്പോൾ ഒന്ന്, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, മതേതരത്വം. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതം പ്രഘോഷിക്കുവാനുമുള്ള അവകാശമുണ്ടാകണം. പണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മതവിശ്വാസികളെല്ലാം വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദം ജീവിച്ച സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് പല സ്ഥലത്തും ഈ മതഭീകരവാദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്കേറെ ദുരിതമുണ്ടാക്കുന്ന സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് മതഭീകരവാദത്തെ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. രാഷ്ട്രീയ ഭീകരവാദത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ അത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ നാട്ടിൽ സന്തോഷമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉളവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പിതാവേ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കോതമംഗലം രൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക നിറഞ്ഞൊരു ഇതിലൂടെ പോവാണ്. ഒപ്പം പ്രതിസന്ധി കുടിയിറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. മിക്ക ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഒഴിഞ്ഞു പോകുന്നു. കല്ലേലിമേട് എന്ന് പറയുന്ന ഒരു സ്ഥലവും മാമലക്കണ്ടവും അതോടൊപ്പം തന്നെ ആ ഒരു പൂയംകുട്ടി മേഖലകളെല്ലാം ഈ രൂപതയിൽപ്പെടുന്ന വിശ്വാസികളാണ്. പിതാവ് സർക്കാർ ചെയ്തതിനു മുമ്പ് തന്നെ പിതാവ് ഈ ഒരു കാർഷിക മേഖലയിൽ കർഷകർക്കൊക്കെ രൂപതയിൽ നിന്ന് സഹായമൊക്കെ നേരിട്ട് എത്തിച്ചിട്ടുള്ളതാണ്, അവരുടെ ദുരിതവും ദുഃഖമൊക്കെ കണ്ടിട്ട്. ഈ ഒരു വിഷയം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു മീൻസ് ഇടുക്കി മണ്ഡലത്തിൽ അതൊരു ചർച്ചാ വിഷയമാകേണ്ടതല്ലേ? ഇടുക്കി മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും തന്നെ ഈ കാർഷിക മേഖലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാർഷിക മേഖലയിലെ കർഷകരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കുണ്ട്, ആരാണെങ്കിലും. അങ്ങനെ സാധിക്കാത്ത വ്യക്തി ഇവിടെ വിജയിക്കില്ല എന്നുള്ളതാണ്. ആരാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾക്ക്, കർഷകർക്ക് ഇവിടെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉളവാക്കണം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ രൂപതയിൽ നിന്നും പല കാര്യങ്ങൾ ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ ആ പ്രശ്നമുണ്ടായപ്പോൾ ഒരാൾ ഇവിടെ ആന ചവിട്ടിക്കൊന്നു. പിന്നെ മറ്റ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. ഒരു റാലിയൊക്കെ നടത്തി നമ്മൾ ഏതാണ്ട് 10,000-ൽ കൂടുതൽ ആളുകൾ ആ റാലിയിൽ പങ്കെടുക്കുവാൻ വന്നു. അത് അവർ സ്പോണ്ടേനിയസായിട്ട് വന്നതാണ്. കാരണം അവരുടെ ബുദ്ധിമുട്ട് അവർ തന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്രയും പേര് വന്നത്. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും അവരുടെ ദുഃഖങ്ങളും വേദനകളും അറിയാനായിട്ട് പോയി. അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. 10-70 വർഷമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവരിറങ്ങിപ്പോകണമെന്നുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പണ്ടത്തെ ചരിത്രം ഓർക്കുകയാണ്. പണ്ട് ഈ കൊളോസിയം, റോമിലുള്ള കൊളോസിയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അവിടെ ഈ പീഡിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് ആളുകളെ ഇറക്കി വിടുമായിരുന്നു. അതൊരു വിനോദമായിരുന്നത്, രാജാക്കന്മാർക്കുള്ള വിനോദമൊക്കെ ആയിരുന്നത്. ഇന്ന് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് മൃഗങ്ങളെ ഇറക്കി വിടുകയാണ്. ഇതും കുറച്ചുപേർ ആനന്ദിക്കുന്നുണ്ടാകും, എനിക്കറിയില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും വലിയ ഒരു പ്രശ്നമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് മൃഗങ്ങൾ വന്നോട്ടെ, എന്നിട്ട് തനിയെ ആൾ ഇറങ്ങിപ്പോക്കോട്ടെ. അത് എനിക്ക് തോന്നുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ വനപാലകരെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ വനം സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എവിടെ സംരക്ഷിക്കണം? കാട്ടിൽ സംരക്ഷിക്കണം. നാട്ടിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതല്ല. ഇന്ന് പലരും ചെയ്യുന്നത്, ഇവരതൊന്നും നോക്കാതെ നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരുന്നു, അതിനെ തടയുവാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. തന്നെയുമല്ല, ഈ ആളുകൾ അവരുടെ അധിവാസ മേഖലയിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കാടിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഗൂഢതന്ത്രം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഉണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ 2-3 ഇടവകളിൽ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞതാണ്, ഫോറസ്റ്റുകാർ പറഞ്ഞു, നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം. 10 സെൻറ്റ് ഉള്ളവനും 2 ഏക്കർ ഉള്ളവനും ഒരേപോലെ തന്നെ. ആദ്യം 7 ലക്ഷം കൊടുക്കും, പിന്നീട് ബാക്കിയുള്ളത് തരാം. പിന്നീട് ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാരം ചെയ്ത് കഴിയുമ്പോൾ, ആധാരം ചെയ്യണം നിർബന്ധമില്ല, അവരുടെ ഭൂമിയായിപ്പോയില്ലേ. അപ്പം അതുകൊണ്ട് ഇത് വലിയ തന്ത്രമാണത്. ഉദാഹരണം പറഞ്ഞാൽ കൈതപ്പാറ എന്ന സ്ഥലമുണ്ട്. അവിടെ 150ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പം 50-60 കുടുംബങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇറങ്ങിപ്പോകുന്നു, ഇനിയും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ കല്ലേലിമേട്, അതുപോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പൂയംകുട്ടി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളെ ഏതെങ്കിലും രീതിയിൽ ഇറക്കി വിട്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എല്ലാ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിച്ചാൽ മാത്രമേ ഈ നാട് നന്നാകുകയുള്ളൂ. ഒന്നത്. 2, വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിന് പുല്ല് വേണം, അല്ലെങ്കിൽ തീറ്റ വേണം, അല്ലെങ്കിൽ വെള്ളം വേണം. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം വനപാലകർക്കാണ്, സാധാരണ മനുഷ്യർക്കല്ല. അപ്പോൾ അത് കിട്ടാതെ വരുമ്പം നാട്ടിലേക്ക് ഇറങ്ങും. ഒന്നത്. 2, ഇതിൻ്റെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത് അവരുടെ നമ്പർ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അപരിഷ്കൃത രാജ്യങ്ങളെപ്പോലെ നമ്മൾ ജീവിക്കുന്നു ഇവിടെ. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കുറേ കപട കപട പരിസ്ഥിതിവാദികൾ, കപട
മൃഗസ്നേഹികൾ. പക്ഷേ ഇവരൊന്നും മൃഗത്തിനടുത്ത് പോകാറില്ല, പരിസ്ഥിതി ഇങ്ങനെ പ്രശ്നമുള്ളിടത്ത് പോകാറില്ല. അവർ വലിയ വലിയ ഹോട്ടലിലിരുന്നൊക്കെയാണ് തീരുമാനം എടുക്കുന്നത്. ഇത് നാടിന് നാശം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമുള്ളപ്പോൾ ഈ സാഹചര്യങ്ങളെ നേരിടുവാൻ പറ്റിയ ആളുകൾ ഭരണത്തിൽ വരണം. നമ്മുടെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ദൈവത്തിന് സ്വന്തം നാടെന്ന രീതിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആ ഒരു വലിയ ദൗത്യം ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുണ്ട്. ഇന്ന് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള, പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം ഇവിടെ സംജാതമാകണം. അതിനുള്ള മാർഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ കാണേണ്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഭരണഘടന അത് സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ലഭിക്കത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ ഭരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു കാര്യം പിതാവ്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഇഷ്യൂ കൊണ്ടുവരേണ്ടതും. ഈ സമയത്ത് പോലും നമ്മുടെ ഇടത് വലത് മുന്നണികൾ, 3 മുന്നണികളായാലും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നു, ഒരു മുന്നണി രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഒരു ചർച്ച, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഈ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളായാലും കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ മാറ്റം വരുത്തണ്ടേ? ഇതിൽ മാറ്റം വരണം. കാരണം രാഷ്ട്രീയക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം അവർ അവരുടെ അണികളെ കൂട്ടുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഏത് രീതിയിലുള്ള മാർഗവും ഉപയോഗിക്കും അവർ. അപ്പം പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ജനാധിപത്യത്തിൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യുവാനുള്ള ആ ഒരു സാഹചര്യവും ഉണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് എത്രമാത്രം അനുകൂലമായിട്ട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തുന്നു. ആ പിരിവ് നടത്തുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യം ഇപ്പം നമുക്കറിയാം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇതൊക്കെ നടന്ന് പിന്നീട് നമ്മൾ അറിയുന്നതൊക്കെ ആദ്യം നമുക്കറിയില്ലായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനകത്ത് പങ്കുകാരാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവരുടെ അണികളെ വളർത്താനും അവരുടെ ടാർഗറ്റ് നേടാനുമാണ് നോക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ ഒരു നാട്ടിൽ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അവർ ജനനന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അത് ഭരണപക്ഷവും പ്രതിപക്ഷവുമായിക്കോട്ടെ, നാടിൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അവർ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് പ്രഹസനമായിത്തീരും. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചുള്ള ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം മുഴുവനുള്ള ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ചിലൊരു ആശങ്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആയാലും വിശ്വാസത്തിനെതിരെ, ക്രൈസ്തവർക്കെതിരെ, അച്ചന്മാർക്കും വൈദികർക്കൊക്കെ എതിരെയുള്ള ചില കേസുകളും ചില ആക്രമണമൊക്കെ സംഭവം നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു പിതാവ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നാട് ഒരു മതേതരത്വ രാജ്യമായിരുന്നു. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആർക്കും തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ചില സാഹചര്യങ്ങളിൽ മതഭീകരവാദം എന്ന് പറയുന്നത് അത് വർദ്ധിച്ച് വന്നിട്ട് മറ്റുള്ളവരെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള ചിന്തയാണ് പലർക്കും ഉള്ളത്. ഇത് വളരെയേറെ ദോഷമുളവാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് പല സ്ഥലങ്ങളിലും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറയാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പീഡനങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാകും, നിങ്ങൾ വ്യാജമായിട്ട് കുറ്റാരോപണം നടത്തും എന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു നാടിന് നല്ലതല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് നല്ലതല്ല. ഇതുപോലെ ചേരിതിരിവുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുമ്പോൾ ആ നാട് അസ്വസ്ഥമായി തീരുകയാണ്. ഒരു നാട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ ആ നാട് വളരുകയുള്ളൂ, ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ. ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ സഭയും ഇവിടെ ഈ നാടിന് ഒരു തിന്മയും ചെയ്യാതെ ഒത്തിരിയേറെ നന്മ ചെയ്തിട്ടുള്ള ഒരു മതമാണ് ക്രൈസ്തവ മതം. ആർക്കും സംശയമില്ല. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ നമുക്കറിയാം എവിടെ പഠിച്ചതാണ്. മിക്കവാറുമൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിച്ചവരാണ്.
അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര സേവന മേഖലയിൽ, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ എത്രയോ ആളുകൾ, എത്രയോ അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ എത്രയോ ആളുകൾ അതിലെ ഭാവാക്കളായിരുന്നു. അതുകൊണ്ടല്ലേ ഈ നാട് ഇത്രയും വളർന്നത്? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും നമുക്കത്. അപ്പോൾ നമ്മുടെ നാട് വളരുവാനും ഉയരുവാനും ഐശ്വര്യമുണ്ടാകുവാനും കാരണമായി തീർന്നത് ഈ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യവും അവരുടെ തത്വങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷയുമാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കുന്നവർ അംഗീകരിക്കുകയും ചെയ്യും. കാരണം ഇന്ന് ഈ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ നാടിനു വേണ്ടി ക്രൈസ്തവ സഭ ചെയ്ത ആ നന്മകളും ശുശ്രൂഷകളുമാണെന്ന് എനിക്ക് തോന്നുന്നു.